ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് ജിമ്പിൽ ചോദിക്കുന്ന പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഒരുപക്ഷെ നമ്മളെ ക്യാൻവാസിൻ്റെ സൈസും അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ടൂൾസും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജിമ്പിനെ റീസെറ്റ് ചെയ്യാനും പറ്റും. ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീസെറ്റ് സെറ്റിങ്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഷോ ആപ്ലിക്കേഷൻസിലെ റീസെറ്റ് സെറ്റിങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജിമ്പ് റീസെറ്റ് എന്നത് കാണാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജിമ്പ് ഹാസ് ബീൻ റീസെറ്റ് എന്നത് കാണാം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ജാലകം ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും ഷോ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ആ ഒരു പ്രവർത്തനം ആവശ്യമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ ജിമ്പ് എന്നത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നത് കാണാം. ജിമ്പിൻ്റെ ഫയൽ ഫോർമാറ്റ് .xcf ആണെന്ന് മനസ്സിലാക്കാം. ആദ്യകാലത്ത് ജിമ്പ് അറിയപ്പെട്ടിരുന്നത് ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന പേരിലാണ്. ഇത് ലേയേഴ്സ് ജാലകം, അതുപോലെ തന്നെ ഇത് ടൂൾ ബോക്സ് ആണെന്ന് മനസ്സിലാക്കാം. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫയൽ മെനുവിൽ ഒരു ക്യാൻവാസ് നിർമ്മിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റൂ, അതിലേക്കൊരു ഇമേജ് കൊണ്ടുവരാൻ പറ്റൂ. അതുകൊണ്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ജിമ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വിഡ്ത്ത് ഹൈറ്റ് ഇവിടെ ഈ ഒരു സൈസിലുള്ള ക്യാൻവാസാണ് നമുക്ക് ലഭിക്കേണ്ടതെങ്കിൽ ഇവിടെ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെംപ്ലേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ വിഡ്ത്ത് ഇത്ര കൊടുക്കണം എന്ന് പറയും, ഹൈറ്റ് ഇത്ര കൊടുക്കണം എന്ന് പറയും, അല്ലെങ്കിൽ ഒന്നും പറയാനും ചാൻസ് ഇല്ല. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ജിമ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ക്യാൻവാസ് നിർമ്മിച്ചു. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ ഒരു ക്യാൻവാസിൻ്റെ കളറ് മാറ്റണം. 2 വർണ്ണങ്ങൾ ലയിപ്പിച്ച കളറ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ടൂൾ ബോക്സിന് താഴെ കാണുന്ന ഇവിടെ ഫോർഗ്രൗണ്ട് കളറും ഉണ്ട്, താഴെ ബാക്ക്ഗ്രൗണ്ട് കളറും ഉണ്ട്. ഫസ്റ്റ് ഫോർഗ്രൗണ്ട് കളർ, അതായത് ഈ ബ്ലാക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓരോ ലാപ്പിൽ വ്യത്യസ്ത കളറായിരിക്കും, അത് കുഴപ്പമില്ല. ഈ ഒരു കളറ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കറൻറ്റ് എന്ന ഭാഗത്ത് നിലവിലുള്ള കളറ് കാണാൻ സാധിക്കും. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇനി താഴെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. 2 വർണ്ണങ്ങൾ ലയിപ്പിച്ച കളറാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് ഫോർഗ്രൗണ്ട് കളർ നൽകി നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകാം. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 കളർ നമുക്ക് ലഭിച്ചു. ഈ 2 കളറ് മിക്സ് ചെയ്ത കളർ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ടൂളാണ് ഉപയോഗിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ബക്കറ്റ് ഫിൽ ടൂളല്ല ഉപയോഗിക്കേണ്ടത്. ബക്കറ്റ് ഫിൽ ടൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ കളറെ ലഭിക്കും. ഇവിടെ ഈ ഒരു ബക്കറ്റ് ടൂളിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഗ്രേഡിയൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഗ്രേഡിയൻറ്റ് ഉപയോഗിക്കുന്നത് 2 വർണ്ണങ്ങൾ ലയിപ്പിച്ച കളർ ലഭിക്കാനാണ്. ഈ ഗ്രേഡിയൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ക്യാൻവാസിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നൽകുക. അപ്പോൾ ക്യാൻവാസ് വരച്ചു. ക്യാൻവാസിലെ 2 വർണ്ണങ്ങൾ ലയിപ്പിച്ച കളറും നൽകി. ഇനി നമുക്ക്
ഒരു ചിത്രം ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ ഫയൽ മെനു ശ്രദ്ധിക്കുക. എക്സാമിന് IT പ്രാക്ടിക്കൽ എക്സാമിന് ജിംബിൽ ചിത്രം ഓപ്പൺ ചെയ്യുന്നത് ഇമേജ് 9 നിന്നായിരിക്കും. അത് മനസ്സിലാക്കുക. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് സ്കൂൾ റിസോഴ്സസ് നിന്നാണ്. നമ്മൾ എക്സാമിന് ഓപ്പൺ ചെയ്യേണ്ടത് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടാവും? ആനുവൽ IT എക്സാം ഉണ്ടാവും. ഇവിടെ ആനുവൽ IT എക്സാം എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ സ്കൂൾ റിസോഴ്സസിന് പകരം എന്തുണ്ടാകും? ഇമേജ് 9 ഉണ്ടാവും. ഇമേജ് 9 ക്ലിക്ക് ചെയ്യുക. അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞൊരു ചിത്രം ഉണ്ടാവും. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ചിത്രം ഓപ്പൺ ചെയ്യുക. ഏതാണ് ചിത്രം എന്ന് ചോദിച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫ്രൂട്ട്സ് എന്നതാണ് സെലക്ട് ചെയ്യുന്നത്. ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മുടെ ക്യാൻവാസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ചിത്രവും ഇവിടെ ഉണ്ടല്ലോ. നമുക്കിനി ഈ ചിത്രം, അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഏതിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്? ക്യാൻവാസിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഇവിടെ ഏറ്റവും മുകളിൽ 4ാമത്തെ ടൂളുണ്ട്. 4ാമത്തെ ടൂളിൽ ഫസി സെലക്ട് ടൂൾ. ഈ ഫസി സെലക്ട് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു വൈറ്റ് കളറാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ വൈറ്റ് കളറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെലക്ഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ചെയ്യേണ്ടത് ഒന്നുകിൽ ഇവിടെ ത്രെഷോൾഡ് കുറച്ച് കൂട്ടിക്കൊടുക്കുക. ശ്രദ്ധിക്കുക, ഫസി സെലക്ട് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ വൈറ്റ് കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം സെലക്ട് മെനുവിൽ നൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് മെനുവിൽ നൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം എഡിറ്റിൽ കോപ്പി നൽകുക. എഡിറ്റിൽ കോപ്പി നൽകുക. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ്റെ ഇതാണ് ലേയേഴ്സ് ജാലകം. ഈ ലേയേഴ്സ് ചാനലിൽ ആൽഫ ചാനലൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം ശ്രദ്ധിക്കുക. ആൽഫ ചാനൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ലേയേഴ്സ് പാനലിൽ ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ആൽഫ ചാനൽ എന്ന് ക്ലിക്ക് ചെയ്യണം. പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. ഇത് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ റിമൂവ് ആൽഫ ചാനൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഓൾറെഡി ആൽഫ ചാനൽ ആഡ് ചെയ്തതാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റിൽ കോപ്പി നൽകിയല്ല. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നമ്മളെ നിർമ്മിച്ച ക്യാൻവാസ് ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ പേസ്റ്റ് ആസ് ന്യൂ ലെയർ ഉണ്ടാവും. പേസ്റ്റ് ആസ് ന്യൂ ലെയർ. അപ്പോൾ നമ്മളൊരു ചിത്രം ഉൾപ്പെടുത്തി. ഇതിൻ്റെ സൈസ് കുറക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ഒരു ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ മുകളിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിനെ നീക്കി വെക്കാൻ ഈ മൂവ് ടൂള് ഉപയോഗിക്കുക. മൂവ് ടൂള് ക്ലിക്ക് ചെയ്ത് അതിനെ ആവശ്യമുള്ള സ്ഥാനത്തേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിനൊരു പക്ഷേ ടൈറ്റിലെങ്ങാട്ടും എഴുതാൻ പറഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് ടൂൾ ഉണ്ട്. ഈ ടെക്സ്റ്റ് ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ എഴുതി കാണിക്കുന്നില്ല, ടെക്സ്റ്റ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഏതാണോ ഫോണ്ട് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്യുക, കളർ സെലക്ട് ചെയ്യുക, ഫോണ്ടിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എവിടെയാണ് എഴുതി കൊടുക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ സേവ് ചെയ്യാൻ പറഞ്ഞാൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. സേവും ചെയ്യുക, സേവ് ആസും ചെയ്യുക. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക,
എക്സാം 9 പ്രൊഡക്റ്റിലാണ് സേവ് ചെയ്യേണ്ടത്. എക്സാം 9 പ്രൊഡക്റ്റിലാണ് സേവ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ സ്റ്റുഡൻസ് വർക്ക് 9ലാണ് സേവ് ചെയ്യുന്നത്. മക്കൾ എക്സാമിന് ചെയ്യേണ്ടത് എവിടെയായിരിക്കണം? എക്സാം 9 പ്രൊഡക്റ്റിൽ തന്നെ ആയിരിക്കണം. സേവ് ചെയ്യുമ്പോൾ .xcf എന്നത് കളയേണ്ടതില്ല. രജിസ്റ്റർ നമ്പർ കൊടുക്കണം നിങ്ങൾ. 9A കുട്ടി 9A1 9A റോൾ നമ്പർ 1 ആണെങ്കിൽ 9A1 എന്ന് കൊടുക്കുക. അതിനുശേഷം ഷിഫ്റ്റ് മൈനസ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് അമർത്തി പിടിച്ചതിന് ശേഷം കീബോർഡിലെ മൈനസ് ചിഹ്നം പ്രസ് ചെയ്യുക. അപ്പോൾ അണ്ടർസ്കോർ എന്ന ചിഹ്നം കിട്ടും. അതിനുശേഷം ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഇന്ന പേര് കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് എഴുതി കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇത്രയാണ് ജിമ്പിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. മക്കളെല്ലാവരും ഈ വീഡിയോകൾ നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.